ഹായ് ഗായ്സ്. കൽക്കി 2898 AD എന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മഹാഭാരതവും ഫ്യൂച്ചറും എയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫിക്ഷണൽ മൂവിയാണ് കൽക്കി. മഹാനടി ഡയറക്റ്റ് ചെയ്ത നാഗ് അശ്വിനാണ് കൽക്കിയുടെയും ഡയറക്ടർ. വളരെ നല്ലൊരു കോൺസെപ്റ്റാണ് ഈ മൂവിക്കുള്ളത്. അതേപോലെ ഇതിൻ്റെ വിഷ്വൽസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ശരിക്കും ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, എസ്പെഷ്യലി ഇതിൻ്റെ വിഷ്വൽസ് കാരണം. ഇതിൻ്റെ CGI വർക്ക് ആണെങ്കിലും ഗ്രാഫിക്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ഭയങ്കര അടിപൊളി ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ മൂവീസിലൊന്നും ഇത്രയും നല്ലൊരു അറ്റംപ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നോക്കുമ്പം ഭയങ്കര അടിപൊളി ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അതേപോലെ ഫസ്റ്റ് ഹാഫ് അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തു, കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നിയത് ഈ സ്റ്റോറിയിൽ അവർക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. കാരണം ഇത്രയും നല്ല വിഷ്വൽ എക്സ്പീരിയൻസും ഒരുപാട് CGI ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും CGI ആണെന്ന് നമുക്ക് തോന്നാത്ത പോലെ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മാത്രമുള്ള ഒരു സ്റ്റോറി ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം തോന്നി. അതേപോലെ കുറച്ച് ആക്ടിങ് ആണെങ്കിലും എല്ലാ കന്നഡ തെലുങ്ക് മൂവീസിലൊക്കെ കണ്ടുവരുന്ന പോലെയുള്ള ഹീറോയ്ക്കുള്ള ഇമ്പോർട്ടൻസ്, പിന്നെ ഹീറോയിൻ്റെ എൻട്രി, സോങ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. കാരണം ഇതൊന്നും ഈ മൂവിയിൽ റെലവൻ്റ് ആയിട്ട് തോന്നിയില്ല. അതേപോലെ പ്രഭാസിൻ്റെ കുറേ അൺനെസസറി ജോക്സ്, ഇതൊന്നും അത്ര റെലവൻ്റ് ആയിട്ട് തോന്നിയില്ല എന്ന് മാത്രമല്ല, കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. പിന്നെ പറയാനുള്ളത്, സ്റ്റാർട്ടിങ്ങിൽ അവർ അതേപോലെ എൻഡിലും ഒക്കെ കുറച്ച് മഹാഭാരതത്തിൻ്റെ സീനുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ല രസത്തിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ഒരു മഹാഭാരതത്തിൻ്റെ ഒരു ബുക്ക് വായിക്കുന്ന, അതിൻ്റെ ഒരു സ്റ്റോറി ബുക്ക് പിക്ചേഴ്സൊക്കെ ഉള്ള ബുക്ക് വായിക്കില്ലേ, ആ ഒരു ഫീല് നമുക്ക് കിട്ടും അത് കാണുമ്പം. പക്ഷേ അതിൽ അമിതാഭ് ബച്ചൻ്റെ യങ് ആയിട്ടുള്ള സ്റ്റേജ് കാണിക്കാൻ വേണ്ടി ഒരു CGI ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അത് പക്ഷേ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം അത്രയും ബാക്കിയെല്ലാം അത്രയും അടിപൊളിയായിട്ട് കാണുമ്പം അതിലുള്ള ബാക്കി ആൾക്കാരെല്ലാം റിയൽ വിജയ് ദേവരകൊണ്ട ഉണ്ട്, അവരെല്ലാം റിയൽ ആയിട്ട് കാണിക്കുമ്പം അമിതാഭ് ബച്ചനെ മാത്രം CGI ആയി കാണിച്ചത് ഭയങ്കര ഒരു എടുത്തറിയുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അപ്പം അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു. വേറെ ആരെങ്കിലും വെച്ചാലും മതിയായിരുന്നു, അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല ലാഗ് ഉണ്ടായിരുന്നു. കുറേ പാർട്ടിലൊക്കെ അത്യാവശ്യം ബോറടിക്കുന്നുണ്ടായിരുന്നു. ഇത് തീരാറായോ ഇൻ്റർവെൽ ആയോ എന്നുള്ള തോട്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത് കുറേ സ്ഥലത്തൊക്കെ ലോജിക്ക് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് ഫീൽ ചെയ്തു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അമിതാഭ് ബച്ചൻ ഭയങ്കര ഭയങ്കര ഒരു ഫിക്ഷണൽ മൂവിയാണ് ഓഫ് കോഴ്സ്. അപ്പം ലോജിക്കിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല എങ്കിൽ കൂടെ അമിതാഭ് ബച്ചൻ അതിനകത്ത് ഒരുപാട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത്. പുള്ളി ഒരു ഹെലികോപ്റ്റർ അല്ല, എന്തോ ഒരു വണ്ടി, ഒരു 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 ഫ്യൂച്ചറിലുള്ളൊരു വണ്ടി, ആ സാധനം എടുത്ത് കറക്കും. അത് രണ്ട് കൈ വെച്ച് അത് മീൻസ് നശിപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ദീപിക പദുക്കോൺ വീഴാൻ പോയപ്പം അവളെ പിടിച്ച് പൊക്കാനുള്ള ആരോഗ്യം പുള്ളിക്കില്ല. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതെന്താ ഇങ്ങനെ എന്ന് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാറ്റാമായിരുന്നു എന്ന് തോന്നി. പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ്റെ ആണെങ്കിലും ദീപിക പദുക്കോൺ ആണെങ്കിലും ശോഭന ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പ്രഭാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രഭാസിൻ്റെ സ്റ്റാർഡം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറിയിൽ തന്നെ അവർ കുറേ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ മൂവിക്ക് അത്ര റെലവൻ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ സീൻസ് ഒന്നും അത്ര കൺവിൻസിങ് ആയിട്ടും ഫീൽ ചെയ്തില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മൂവിക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അതിലെനിക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കാരണം ഈ മൂവിയുടെ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ശരിക്കും ഒരു മൈൻഡ് ബ്ലോയിങ് ക്ലൈമാക്സ് ആയിരുന്നു. കമൽഹാസൻ്റെ എൻട്രി ആണെങ്കിലും ഇതിനും ആ മൂവിയിൽ അതിനു മുമ്പ് കമൽഹാസന് കൊടുത്ത മേക്ക് ഓവറൊക്കെ ആണെങ്കിലും ശരിക്കും ശരിക്കും അമേസിങ് ആയിരുന്നു. കാരണം നമുക്ക് അവസാനം ആ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് ആണ് കിട്ടുക. അപ്പോൾ എനിക്ക് അതുകൊണ്ട് സെക്കൻഡ് ഹാഫിനോട് കുറച്ചും കൂടി ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇത്രയും പറഞ്ഞത് എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് എന്താണ് ഈ മൂവിയെക്കുറിച്ച് തോന്നുന്നത്? ഞാൻ പറയുന്നതിനോട് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് സീ യു വിത്ത് അനദർ വൺ. ബൈ.